ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തിൽ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ദൈവം തന്ന നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സമയം എൻ്റെ യേശുവപ്പൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. സ്തോത്രം. പലവിധമായ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ടാകാം, പ്രയാസത്തോടെ ഇരിക്കുന്നവരുണ്ടാകാം, കടഭാരത്തിൽ ഇരിക്കുന്നവരുണ്ടാകാം, നിന്നയാൽ ഇരിക്കുന്നവരുണ്ടാകാം, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, രോഗത്താൽ ഇരിക്കുന്നവരുണ്ടാകാം. സ്തോത്രം. എന്ത് വിഷയമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ സ്തോത്രത്തോടുകൂടെ പറയുക, പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക, ഉപവാസത്തോടുകൂടെ ഇരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് മറുപടി തരും. സ്തോത്രം. വിചാരങ്ങളെല്ലാം മാറ്റിവെക്കാവോ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് അടുത്ത് വരാവോ. ആ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ കർത്താവ് നിന്റെ വിഷയങ്ങൾക്കെല്ലാം മറുപടി തരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയാവോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.